മോളെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞു? ചെവി ഇപ്പൊ കേൾക്കാൻ പറ്റുണ്ടോ? ശ്രദ്ധിക്കണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞ. എന്താ മോളെ? എന്താ ദിനേശിന് ആക്സിഡന്റോ? ദൈവമേ, 2 കൈ ഒടിഞ്ഞോ? എന്റെ ഭഗവാന്, ഏത് ഹോസ്പിറ്റലിലാ? നീ ഉടനെ വരാം മോളെ. നീ മണിക്കൂറിലായിട്ട് വീട്ടിലിരിക്കെ, ഞാനിപ്പൊ തന്നെ വരാം. നിനക്ക് ഓർമ്മയുണ്ടോ മോളെ, ചെറുപ്പത്തില് നിന്നെ ആരെങ്കിലും കളിയാക്കിയാലോ വഴക്കിട്ടാലോ നീ ആദ്യം എന്റെ അടുത്തൊന്ന് പറയായിരുന്നു. പക്ഷെ വലുതായപ്പോ, കല്യാണം കഴിച്ചൊരു കുട്ടിയൊക്കെ ആയപ്പോ, നിന്നെ സംരക്ഷിക്കേണ്ടവര് തന്നെ നിന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. അത് കൈയും കെട്ടി നോക്കി വെക്കാന് അമ്മയ്ക്ക് പറ്റിയിട്ടുള്ളൂ. നീ ഒന്നും പറയാറുമില്ലല്ലോ. നീ നടുവിന് ബെൽറ്റിട്ടേക്കുന്നത് സ്റ്റെപ്പിൽ നിന്ന് വീണതല്ലെന്ന് എനിക്കറിയാം. കൈ ഒടിഞ്ഞത് സ്കൂട്ടർ മറിഞ്ഞതല്ലെന്നും ഇന്നലെ നിന്റെ ചെവി പൊട്ടി ചോര വന്നത് കഥകളടിച്ചതല്ലെന്നും എനിക്കറിയാം. നീ എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ മണിക്കൂടെ അമ്മയോടെല്ലാം പറഞ്ഞു. എന്റെ മോളെ ഇത്ര ഉപദ്രവിച്ച കൈകൾ ഇനി എന്റെ മോളുടെ നേരെ പൊങ്ങില്ല. നിന്നെ എത്ര ഉപദ്രവിച്ചാലും നിനക്ക് ദിനേശന്റെ കൂടെ തന്നെ നിൽക്കണമല്ലോ. അതാണ് നിന്റെ ശരി. എന്നാലേ ഇതാണ് അമ്മയുടെ ശരി, അമ്മയുടെ മാത്രം ശരി.